അന്ന് ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്ത ഒരു കാലത്താണ് ഞാൻ ഈ പണി തുടങ്ങുന്നത്. 97-ലാണ് ഞാൻ സഞ്ചാരം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇൻ്റർനെറ്റ് ഇങ്ങനെ കേട്ടു തുടങ്ങിയിട്ടുള്ളതല്ലാതെ ഗൂഗിള് എഫക്റ്റീവ് അല്ല, യൂട്യൂബ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ എൻ്റെ ലൈബ്രറികളെയും പുസ്തകങ്ങളെയും ഞാൻ ആശ്രയിച്ചിട്ടുള്ളത്. ഓരോ രാജ്യത്തും എന്താണ് പ്രത്യേകത, അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളെന്ത്, അതൊക്കെ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ വേൾഡ് ബുക്ക് ഇങ്ങനെയുള്ള പിന്നെ വേൾഡ് അറ്റ്ലസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ച് അത് ഒരു ഹോംവർക്ക് ചെയ്ത് ഇവിടെ ഇരുന്ന് ടൂർ കമ്പനി, ചില ടൂർ ഏജൻസികളുണ്ട്, അന്ന് ട്രാവൽ ഏജൻസികൾ എന്നാണ് അറിയപ്പെടുന്നത്, അവരുമായിട്ട് പോയി ഡിസ്കസ് ചെയ്യും. ഇന്ന സ്ഥലങ്ങളിൽ എനിക്ക് പോകണം, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരും. പിന്നെ അവിടെ താമസിക്കാൻ പറ്റുന്ന ഹോട്ടലുകൾ ഏതാ, ഇവർക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഊഹം വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഹെവി ക്യാമറയുമായിട്ട് അവിടേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയത്തില്ല അവിടുത്തെ സിസ്റ്റം. ഇന്നിപ്പോൾ ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു ട്രാമിൽ യാത്ര ചെയ്യേണ്ടത്, ഒരു മെട്രോ ട്രെയിനിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതൊക്കെ നമുക്കിന്ന് പരിചിതമാണ്, കാരണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞു. ഒരു 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 ടച്ച് സ്ക്രീനിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ സ്വയം എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുക്കേണ്ടത്, അന്ന് ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. 90s അവസാനത്തെ കാര്യം ഞാൻ പറയുന്നത്. എന്തിനാണ് 2008, 9, 10 വരെയൊക്കെ സ്ഥിതി അത് തന്നെയാണ്. അപ്പം നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനത്തെ സാധനം ഇല്ല പല എയർപോർട്ടുകൾ അല്ലെങ്കിൽ പല റെയിൽവേ സ്റ്റേഷനുകളിലും. അപ്പോൾ അവിടെ ഒരു ടച്ച് സ്ക്രീനുള്ള ഒരു കിയോസ്ക് ആയിരിക്കും. നമ്മളിത് ആദ്യമായിട്ട് കാണുകയാണ്. നമ്മൾ കുറേ നേരം നോക്കി നിൽക്കും ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. ചിലതിനകത്ത് അവിടുത്തെ ഭാഷയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ഇംഗ്ലീഷിൽ ചിലപ്പോൾ പല രാജ്യങ്ങളിലും ഇല്ല. ഇപ്പോൾ സ്പെയിനിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ ചൈനയിൽ ഒക്കെ ചെല്ലുമ്പോൾ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് അവർക്കൊരു വിഷയമല്ല. ഇപ്പോഴാണ് പയ്യെ പയ്യെ ഇവരെല്ലാം ഇംഗ്ലീഷും കൂടെ എല്ലാവരും ആഡ് ചെയ്ത് തുടങ്ങിയത്. അവിടുത്തെ പ്രാദേശിക ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തിലൊക്കെ അതിലും വളരെ കുറച്ചേ ഇപ്പോഴും വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ യാത്രയും ചെയ്തിരുന്നത്.